ATM തട്ടിപ്പിലൂടെ മുതിർന്ന മലയാളി UN ഉദ്യോഗസ്ഥൻ CV ആനന്ദബോസ് IASന്റെ മകന്റെ പണം നഷ്ടമായി. 3 ലക്ഷം രൂപയാണ് അമേരിക്കയിലെ മാൻഹട്ടനിൽ നിന്ന് വെച്ച് ATMിലൂടെ പിൻവലിക്കപ്പെട്ടത്. ദില്ലിയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് മകന്റെ ഡോളർ അക്കൗണ്ടിലേക്ക് ആനന്ദബോസ് തന്നെയാണ് പണം നിക്ഷേപിച്ചത്. ഈ മാസം 15-നാണ് പണം നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ അമേരിക്കൻ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. ഇതാണെന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല. ആദ്യം നമുക്ക് ഇന്ന് സംഭവിച്ച വാർത്ത കാണാം. മുൻ IAS ഓഫീസറും യുണൈറ്റഡ് നേഷൻസിൽ ഉദ്യോഗസ്ഥനുമായ CV ആനന്ദബോസിൻ്റെ മകൻ്റെ പേരിലുള്ള ഡോളർ കാർഡിൽ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടത്. ദില്ലി ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ നിന്ന് ആനന്ദബോസ് മകൻ്റെ പേരിലുള്ള ഡോളർ കാർഡിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. അമേരിക്കയിൽ ഒരു സ്വകാര്യ ആവശ്യത്തിനായി എത്തിയ ആനന്ദബോസിൻ്റെ മകൻ്റെ ഫോണിലേക്ക് മാൻഹട്ടനിലെ ഒരു ATMിൽ നിന്നും പണം പിൻവലിക്കപ്പെട്ടതായി തുടർന്ന് സന്ദേശമെത്തി. ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ ബാക്കിയുള്ള പണം ഉടൻ പിൻവലിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ മുഴുവൻ പണവും മോഷ്ടാക്കൾ പിൻവലിച്ചു കഴിഞ്ഞിരുന്നു. തുടർച്ചയായ 5 ഇടപാടുകളിലൂടെയാണ് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. മാൻഹട്ടൻ പോലീസിൽ മകൻ പരാതി നൽകിയതായി CV ആനന്ദബോസ് പറഞ്ഞു. ആ കാർഡ് ചേസ് മാൻഹട്ടൻ ബാങ്കിൻ്റെ ATMിൽ ന്യൂയോർക്കിൽ വെച്ച് ഉപയോഗിച്ചപ്പം അതിൽ വന്നത് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ ആ സമയത്ത് $5000-ലധികം അതിൻ്റെ അകത്തുണ്ട്. ബാങ്കുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ഫെഡറൽ ബാങ്കായിരുന്നു. മാസ്റ്റർ കാർഡുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ഡൽഹി പോലീസിന് ഡയറക്റ്റായിട്ട് പരാതി കൊടുത്തില്ല. സംഭവം നടന്നത് ന്യൂയോർക്കിലായതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും ATM തട്ടിപ്പിലൂടെ പണം നഷ്ടമായ വാർത്തകൾ വരുന്നതിനിടെയാണ് അമേരിക്കയിൽ വെച്ച് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത ബന്ധുവിൻ്റെ പണം നഷ്ടമായത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. 6 ലക്ഷത്തോളം ATM കാർഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി. എന്നാലും ബാങ്കിംഗ് മേഖലയിലെ ആശങ്ക ഒഴിയുന്നില്ല. എന്താണ് ഇതിന് കാരണം, നിർദ്ദേശം, ഇതൊക്കെ നമുക്ക് സമഗ്രമായി ചർച്ച ചെയ്യാം. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് KM അബ്ദുൽ സലാം, ഒപ്പം ബാങ്ക് എംപ്ലോയീസ് നേതാവ് ജോസ് T. എബ്രഹാം, സാമൂഹ്യ നിരീക്ഷകൻ ഉണ്ണിച്ചെറിയാൻ, ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ അജിത് കുമാർ എന്നിവരാണ് നമ്മളുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായെത്തുന്നത്. ഒപ്പം ആനന്ദബോസും CV ആനന്ദബോസും ടെലിഫോൺ ലൈനിൽ ചെയ്യും. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് തുടരുമ്പോൾ CV ആനന്ദബോസ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ആനന്ദബോസ്, ഒരുപാട് നാളായി ATM അടക്കം, വിദേശികളടക്കം ATMിലെത്തി ഇവിടെ തട്ടിപ്പ് നടത്തി വലിയ ആശങ്കയിലായിരുന്നു ജനങ്ങൾ. ഇങ്ങനെ ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് താങ്കളെപ്പോലെ ഒരു പ്രമുഖന്റെ കയ്യിൽ നിന്നും പണം പോയത്. ശ്രീ CV ആനന്ദബോസ്, അതിനെ എങ്ങനെ കാണണം? ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇന്ന് ഞങ്ങൾ ഇത് ചർച്ചയ്ക്ക് എടുത്തതും ആ മാനദണ്ഡത്തിലാണ്. ATM തട്ടിപ്പ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്ലോബലൈസേഷൻ ഒരു ഭാഗമാണ്. ക്രൈം ഓൾസോ ഹാസ് ബീൻ ഗ്ലോബലൈസ്ഡ്. ഇപ്പൊ സാധാരണ നമ്മൾ ATMില് നമ്മുടെ കാർഡ് എടുക്കുന്നത് ഒരു രാജ്യത്ത്, ഇത് ഉപയോഗിക്കുന്നത് മറ്റൊരു രാജ്യത്ത്, ഇതിന് തട്ടിപ്പ് നടക്കുന്ന വേറൊരു രാജ്യത്ത്. ഇത് ക്രിമിനാലിറ്റിയുടെ ഗ്ലോബലൈസേഷനാണ്, കുറ്റകൃത്യങ്ങളുടെ ആഗോളവൽക്കരണമാണ്. ഇത് സാധാരണ പൗരന് ഇതിന് യാതൊരു നിയന്ത്രണവും ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ. ATM തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിക്ക് ഇതുപോലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ചില സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വെപ്പ്, നമ്മുടെ ധാരണ. പക്ഷെ ആ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ക്രിമിനൽ സിൻഡിക്കേറ്റ് ലോകം മുഴുവൻ വാഴുകയാണ്. അവരെ നിയന്ത്രിക്കാൻ നിയമം നടപ്പാക്കേണ്ടവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നീണ്ടുപോകുന്നത്. അതിന് നിയമം കൂടുതൽ കർക്കശമാക്കണം, അതിന്റെ നിർവഹണം കൂടുതൽ കർക്കശമാക്കണം. ഒരു സാധാരണ പൗരന് ഇതൊന്നും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇന്ന് താങ്കൾക്ക് ഉണ്ടായ ആ അനുഭവത്തെ സംബന്ധിച്ച് ഇവിടെ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖർ നിരവധിയുണ്ട്. അവരോട് കൂടി ഒന്ന് പറയാമോ ഒരിക്കൽ കൂടി? ആരാണെന്ന് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ബാങ്കിങ് മേഖലയിലുള്ള പ്രമുഖരുണ്ടെങ്കിൽ നിശ്ചയമായും പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോ ആക്റ്റീവ് ആവണം. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഇതുപോലെ നടക്കുന്നതിന് മുൻപ് അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ആ സംവിധാനങ്ങൾ ഈ ഗുണഭോക്താക്കളെ അറിയിക്കണം. അവരെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് നടപ്പാക്കണം. പെട്ടെന്നുള്ള ആക്ഷനാണ്
ഒരു സാധാരണ ക്ലയന്റിന് ആവശ്യമായിട്ടുള്ളത്. വിദേശത്ത് ഇന്ന് ഇലക്ട്രോണിക്സിന്റെ യുഗമാണ്, ഓൺലൈനിന്റെ യുഗമാണ്, പ്ലാസ്റ്റിക് മണിയുടെ യുഗമാണ്. ഈ പൈസയും കൊണ്ട് ലോകം സഞ്ചാരം നടത്താൻ പറ്റില്ല. ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ഇല്ലാതെ ലോക സഞ്ചാരം നടത്തുക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതില് എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, സുരക്ഷാ സംവിധാനം എന്നതിന്റെ ഉത്തരവാദിത്വം ബാങ്കുകൾക്ക് തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. ശ്രീ KM അബ്ദുൽ സലാം, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ IT വിഭാഗത്തിൻ്റെ മാനേജർ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്കിംഗ് മേഖല സംഭവിക്കുന്ന വലിയ ദുരന്തത്തെ സംബന്ധിച്ചാണ് ഈ ഇത്തരം വാർത്തകൾ എത്തുന്നത്. ഇന്ന് CV ആനന്ദബോസിൻ്റേത് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ്. നോക്കൂ, ഈ ഡാറ്റാബേസിലുള്ള ഇത്തരത്തിലുള്ള ഔട്ട്സോഴ്സിംഗ് ആണ് പ്രധാനം. കാർഡിൻ്റെ ഇൻസെക്യൂരിറ്റിക്ക് കാരണമായി എത്തുന്നത് ഈ കാർഡ് മേക്കിംഗ് പ്രോസസ്സ് അടക്കം നടത്തുന്നതിലെ ഔട്ട്സോഴ്സിംഗ് ആണ്, പുറം കരാർ കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇത് അടക്കം ഗൗരവമായ ചർച്ചയിലേക്ക് എത്തണം. സാങ്കേതിക വിദഗ്ധൻ കൂടിയായ താങ്കൾ. ഓക്കെ ഇത് ഒരു വലിയ ദുരന്തമൊന്നുമല്ല. അത്തരത്തിൽ വലിയ ആശങ്കയില്ല എന്ന് പറയുന്നില്ല, ആശങ്ക ഉണ്ട്. പക്ഷെ ആ ആശങ്കയെ നമ്മൾ അങ്ങനെ വലിയ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇതും ഔട്ട്സോഴ്സിംഗും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, എൻ്റെ അനുമാനത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. ഇത് നേരത്തെ നടന്നിട്ടുള്ള ATM തട്ടിപ്പുകൾ, അതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATMകളിൽ നിന്ന് സംഭവിച്ച തട്ടിപ്പ്, അതുപോലെ ഏതെങ്കിലും ബാങ്കിൻ്റെ ഡാറ്റാബേസ് ചോർത്തിയെടുത്തിരിക്കുന്ന തട്ടിപ്പ് ഒന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ചില ബാങ്കുകളുടെ ATM സുരക്ഷാ സംവിധാനത്തിൽ ചെറിയ രീതിയിലുള്ള ഡാറ്റ കോംപ്രമൈസിംഗ് നടന്നതായി അനുമാനിക്കപ്പെടുന്നുണ്ട്. ഡാറ്റ കോംപ്രമൈസിംഗ് പല രീതിയിലാകാം, ATM മെഷീനിലാകാം, അതല്ലെങ്കിൽ ATM സെർവറുമായി ബന്ധപ്പെട്ടാകാം, നെറ്റ്വർക്കിലാകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില ബാങ്കുകളുടെ ATM സെർവർ, അത് ബാങ്കുകളുടെ കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ മൊത്തം ശേഖരിച്ചു വയ്ക്കുന്ന പ്രധാന സെർവർ അല്ല, ATMകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ATM സെർവറുകളിൽ ചില രീതിയിലുള്ള സെക്യൂരിറ്റി കോംപ്രമൈസ് നടന്നതായിട്ട് അനുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റംസിന്റെ മൊത്തം കോർഡിനേറ്ററായ അല്ലെങ്കിൽ അഗ്രിഗേറ്റർ ആയിട്ടുള്ള നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകൾക്കും അവർ ചില അഡ്വൈസറികൾ നൽകി. ഈ അഡ്വൈസറി പ്രകാരം അവർ പറയുന്നത്, ചില ബാങ്കുകൾ ഇത്തരത്തിൽ കോംപ്രമൈസ് അറിയാതെ വന്ന കോംപ്രമൈസിന്റെ ഭാഗമായി ചില സീരീസുകളിൽപ്പെട്ട ATM കാർഡുകൾ, അതിനെ നമ്മൾ ബിൻ എന്നാണ് ടെക്നിക്കലി വിളിക്കുന്നത്, ഈ ബിന്നുകളിൽ ഫ്രോഡ് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം കാർഡുകൾ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് ഉപയോക്താക്കളുടെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് NPCI ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതിനെ തുടർന്ന് എല്ലാ ബാങ്കുകളും ഏകദേശം, എൻ്റെ അറിവനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തോളം ATM കാർഡുകൾ ഇന്ത്യയിൽ എല്ലാ ബാങ്കുകളും ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് അകത്തായിട്ട്. ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അതത് ഉപയോക്താക്കളെ SMS വഴി നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിനകത്ത് ചില വീഴ്ചകളുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് യാതൊരു കാരണവശാലും ATM പോലുള്ള ഡിജിറ്റൽ ബാങ്കിങ് ചാനലുകളിൽ സുരക്ഷയിൽ കോംപ്രമൈസ് വരാൻ പാടില്ല. അതിനെ നമ്മൾ ഡാറ്റ കോംപ്രമൈസ് എന്നാണ് പറയുന്നത്. ഡാറ്റ കോംപ്രമൈസ് വരാൻ പാടില്ല. 2, ഇത്തരത്തിൽ SMS സന്ദേശങ്ങൾ അയക്കുമ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്കും SMS ലഭിക്കണമെന്നില്ല. പല പല കാരണങ്ങൾ കൊണ്ട് ലഭിക്കുന്നവർ തന്നെ ഇത് മുഴുവനായിട്ടും വായിക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ NPCIയുടെ സ്ട്രിക്റ്റ് മോണിറ്ററിങ്ങിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് NPCI ഉടൻ ഇടപെട്ടതിനെ തുടർന്ന് എല്ലാ ബാങ്കുകളും ഇത്തരത്തിൽ കാർഡുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവവികാസം. ഇതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു വസ്തുത, ഇത്തരത്തിൽ ഡാറ്റ കോംപ്രമൈസ് നടന്ന ATM കാർഡുകളിൽ ഈ 10 ലക്ഷം ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം കാർഡുകളിലും കോംപ്രമൈസ് നടന്നു എന്നല്ല, സാധ്യത കണ്ടെത്തിയതാണ്. അതൊരു ലെവൽ ഓഫ് റിസ്ക് എലമെന്റ് കണ്ടുപിടിച്ച് ഒരു 10 ലക്ഷത്തോളം അല്ലെങ്കിൽ 6 ലക്ഷത്തോളം കാർഡുകൾ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനകത്ത് ശ്രീ അബ്ദുൽ സലാം ഇതിനകത്ത് ഒരുപക്ഷെ ആശങ്കയില്ല, പർവ്വതീകരിക്കുന്നു എന്നൊക്കെയുള്ള താങ്കളുടെ മാനം മാത്രമാണ്.
നിരവധി ആൾക്കാരുണ്ട്. അവർക്ക് 100 രൂപ പോലും തൻ്റെ ATM-ൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവർക്ക് വലിയ നഷ്ടമാണ്. അങ്ങനെയുള്ള വലിയ സാധാരണക്കാരുണ്ട് ഇവിടെ. നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഡാറ്റ കോംപ്രമൈസിങ്ങിലെ പ്രശ്നങ്ങളുടെ പരിഹാരം അല്ലെങ്കിൽ അത്തരം കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള പരിഹാരമാണ് ചെയ്തതെന്ന്. അതിൻ്റെ SMS പോലും ബ്ലോക്ക് ചെയ്ത വിവരം പോലും ബാങ്ക് മാനേജർമാർ പരാതിക്കാർ ചെല്ലുന്ന ഘട്ടത്തിലാണ് അറിയുന്നത്. മൊത്തത്തിലൊരു അവ്യക്തത എല്ലായിടത്തുമുണ്ട്. ഇതൊക്കെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇല്ല ഞാൻ ഇത് പ്രശ്നമല്ല എന്നല്ല പറഞ്ഞത്. ഇത്രയും വലിയ പർവ്വതീകരിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഒരു കാരണം കൂടി പറയട്ടെ. ഇപ്പം 6 ലക്ഷം കാർഡുകൾ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ ഭയചകിതരാവും. ഇന്ത്യയിൽ ഏകദേശം ജൂലൈയിലെ കണക്കനുസരിച്ച് 70 കോടി ATM കാർഡുകളാണ് സർക്കുലേഷനിലുള്ളത്, പബ്ലിക് സർക്കുലേഷനിലുള്ളത്. ഇതിനകത്ത് 6 ലക്ഷം കാർഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യ തന്നെയാണ്. എന്നാലും മൊത്തം കാർഡ് ബേസിന്റെ 0.002% വളരെ ശരി. ശ്രീ അബ്ദുൽ സലാം, നമ്മുടെ വാർത്ത അല്പനേരത്തേക്ക് മറ്റൊരു പ്രധാന വിഷയം വന്നതുകൊണ്ട് അതിന്റെ വിവരങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം രാജിവെക്കാനായി രാജിക്കത്ത് നൽകി എന്നൊരു വാർത്ത പുറത്തെത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി എക്സിക്യൂട്ടീവ് എഡിറ്റർ M രാജീവ് തന്നെ ചേരുകയാണ്. ശ്രീ രാജീവ്, ഇങ്ങനെ ഒരു വാർത്ത വല്ലാതെ എല്ലായിടും സ്ക്രോൾ ചെയ്യുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്ത് നമുക്കറിയാനാകുന്നത്? അജിംഷാദ് ജേക്കബ് തോമസ് IPS വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം നമുക്ക് ആയിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കാണ് കത്ത് നൽകിയത്. വ്യക്തിപരമായ കാരണങ്ങളാൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തനിക്ക് തുടരാനാവില്ല എന്നാണ് കത്തിലെ ഉള്ളടക്കം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തുറമുഖ വകുപ്പിൽ അഴിമതി നടത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജേക്കബ് തോമസിനെതിരെ ധനകാര്യ വകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തെന്നും കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേതാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയും അതുപോലെ തന്നെ മുൻ മന്ത്രി EP ജയരാജൻ ഉൾപ്പെട്ട ബന്ധു നിയമന അന്വേഷണവും കൈകാര്യം ചെയ്യുന്നത് വിജിലൻസ് ആണ്. ഈ പശ്ചാത്തലമൊക്കെ നിലനിൽക്കെയാണ് ഇപ്പോൾ ജേക്കബ് തോമസ് IPS വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ജേക്കബ് തോമസിന്റെ യഥാർത്ഥ കാര്യം കാരണം എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. വ്യക്തിപരമായ കാരണം എന്നാണ് കത്തിൽ കാണുന്നത്. അത് തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങളാണ്. അതാകാം ഒരു പക്ഷേ അങ്ങനെ കത്ത് നൽകിയതിലേക്ക് നയിച്ചത് എന്ന് അനുമാനിച്ചുകൂടെ? അജിംഷാദ്, തുറമുഖ വകുപ്പിൽ അഴിമതി നടത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തെന്നും പെടുന്നതിനെ ഒരു വാർത്ത ഉണ്ടാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് KM മാണി ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്തെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്മേലാണ് ഇതിന്റെ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു സംഘം ഉദ്യോഗസ്ഥരുണ്ട് എന്ന സംശയം വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. ജേക്കബ് തോമസ് തന്നെ ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതല്ലേ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തീർച്ചയായും ജേക്കബ് തോമസിനെതിരെ വിവിധ തരത്തിലുള്ള നടപടികൾ സർക്കാർ തന്നെ കൈക്കൊള്ളുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. കാരണം ബാർക്കോഴ കേസിലടക്കം ജേക്കബ് തോമസ് കൈക്കൊണ്ട നിലപാടിന് എതിരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയായിരുന്ന KM മാണിയും ഒപ്പം എക്സൈസ് മന്ത്രിയായ K ബാബുവും. ഒരു വേള മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ജേക്കബ് തോമസ് അപേക്ഷ നൽകുകയും അത് മന്ത്രിസഭ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി അന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള നടപടിയും ശുപാർശയും ഉണ്ടായിരിക്കുന്നത്. ആ ശുപാർശ ഇപ്പോൾ വന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. എന്തായാലും ഇതാണോ ഇപ്പോഴത്തെ കാരണം എന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും ജേക്കബ് തോമസ് വ്യക്തിപരമായ കാരണം പറഞ്ഞാണ് കത്ത് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ശ്രീ രാജീവ്. അതായത് കത്ത് നൽകി വ്യക്തിപരമായ കാരണം പറഞ്ഞ് രാജിക്ക് തയ്യാറാണ്, തന്നെ ഞാൻ രാജിവെക്കുന്നു എന്ന് രാജി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും കത്ത് നൽകിയെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മുൻ സർക്കാരിന്റെ കാലത്തെ പാപഭാരം ഈ സർക്കാർ ചുമക്കണമോ അല്ലെങ്കിൽ അത്തരം ബാധ്യതകൾ എത്തണമോ, ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ആ കത്ത് സ്വീകരിക്കുന്നതിലേക്ക് എത്തുമോ സർക്കാർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുമാനങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പൊയ്ക്കൂടെ? അജിംഷാദ്, ഇതിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാനുള്ളത്, ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിട്ട് 2 ദിവസമായി. ഈ 2 ദിവസമായിട്ടും ഇപ്പോഴത്തെ സർക്കാരിൽ നിന്ന് ആരെങ്കിലും ഇതിനോട് പ്രതികരിക്കുകയോ ജേക്കബ് തോമസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം സർക്കാരിൽ നിന്നുണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. മുൻ സർക്കാരും ജേക്കബ് തോമസും തമ്മിൽ വളരെ ശക്തമായ പോരാട്ടം നടന്നിരുന്നു. അത് അഴിമതിയുടെ പോരാട്ടമാണെന്ന്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് ജേക്കബ് തോമസ് വിവിധ തലങ്ങളിൽ പരസ്യമായി തന്നെ പ്രതികരിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി സമ്മതം തേടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെയാണ് ആ പശ്ചാത്തലം. ഈ പുതിയ പശ്ചാത്തലത്തിൽ
പശ്ചാത്തലത്തിൽ എന്തായാലും സർക്കാരിലെ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ധനകാര്യ വകുപ്പോ മുന്നോട്ട് വന്നിട്ടില്ല ജേക്കബ് തോമസിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യേകം കാണാവുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ തന്നെ ഒഴിവാക്കണമെന്ന കത്ത് ജേക്കബ് തോമസിന്റെ കത്ത് സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ആഭ്യന്തരമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. അജിംഷ, പക്ഷേ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ വിലയിരുത്താം. താങ്കൾ നേരത്തെ അനുമാനിച്ച കാരണങ്ങളൊക്കെ കൊണ്ട്. കാരണം മുൻ സർക്കാരിന്റെ കാലത്തുള്ള സംഭവമാണ്. അത് അഴിമതിക്ക് വിരുദ്ധമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഒരു കുറ്റപ്പെടുത്തലുകളും ഇത് വാർത്ത പുറത്തെത്തിയതിനു ശേഷവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ കത്ത് സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നനുമാനിക്കാം. അജിംഷാദ്, ഇക്കാര്യത്തിൽ ജേക്കബ് തോമസിന്റെ ഒരു നിലപാട് കൂടി വളരെ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടല്ല, സർക്കാരിനെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ജേക്കബ് തോമസ് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങൾ എന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ തീരുമാനത്തോടൊപ്പം തന്നെ ജേക്കബ് തോമസിന്റെ തീരുമാനം കൂടി നിർണായകമാകുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അജിംഷ, തീർച്ചയായും വ്യക്തമാണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജേക്കബ് തോമസ് താൻ രാജിവെക്കാൻ സന്നദ്ധനാണ് എന്നാവശ്യപ്പെട്ട്, അല്ലെങ്കിൽ രാജി വെക്കുന്നു എന്നാവശ്യപ്പെട്ട് കത്ത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ കത്ത് നൽകിയെന്നുള്ള കാര്യം ശരിയാണ്, അത് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ എത്തേണ്ടതുണ്ട്. തീർച്ചയായും അതിലേക്കൊക്കെ നമുക്ക് പോകാം. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ചർച്ചയിലേക്ക് തന്നെ പോകുമ്പോൾ ശ്രീ ജോസ് ടി എബ്രഹാമിലേക്ക്. ശ്രീ ജോസ് ടി എബ്രഹാം, അതായത് നേരത്തെ KM അബ്ദുൽ സലാം ഉന്നയിച്ചതുപോലെ പർവ്വതീകരിക്കേണ്ട കാര്യമല്ല എന്ന് പറയുന്നു. പക്ഷേ ആശങ്ക ഒഴിയുന്നില്ല. ഒരുപക്ഷേ ഇതിൻ്റെ മാനങ്ങൾ അതിനേക്കാളൊക്കെ വളരെ വലുതാണ്. ജനങ്ങളുമായി ബന്ധപ്പെടുന്നവർ എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇതിന് ബാങ്കിങ് മേഖല ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട്. തീർച്ചയായും സംശയമില്ല. അവസാനം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം. ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ATM-ഉം അത് സംബന്ധിച്ചുള്ള ഈ ഡിജിറ്റൈസ്ഡ് ബാങ്കിങ് സംവിധാനത്തിൽ ഫ്രോഡുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫ്രോഡുകൾ ഉണ്ടാവും. ഇല്ല, ഫ്രോഡുകൾ ഉണ്ടാവും. അത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുറ്റകൃത്യങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബാങ്കുകൾക്കാണ്. അടിയന്തരമായിട്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്കുകൾക്കുണ്ട്. ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അവസാനത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞതാണ്. മറ്റ് പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യം നടന്ന ആൽത്തറ ATM-ലെ സെക്യൂരിറ്റി പ്രശ്നമായിരുന്നു. അവിടെ ഒരു നല്ല സെക്യൂരിറ്റിയോ സ്റ്റാഫോ ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയം ഉണ്ടാവില്ലായിരുന്നു. ആ വിഷയം ബാങ്കിലെ ATM-ഉം ATM-ന്റെ കിയോസ്കും ബൾഗേറിയയിൽ നിന്ന് പോലും ഇവിടെ എത്തി തട്ടിപ്പാണ്. ഈ റൊമേനിയയിൽ നിന്ന് വന്ന കക്ഷികൾ വന്ന് ഇവിടെ 6-7 മാസം കറങ്ങി നടന്ന് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ATM മെഷീനകത്ത് വെച്ചു, ക്യാമറ വെച്ചു, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതൊരു വിഷയം. അത് ATM-ന്റെ സെക്യൂരിറ്റിയാണ്. ഔട്ട്സോഴ്സ് ചെയ്ത വിഷയങ്ങളുണ്ട്. ATM എന്നല്ല, സർവ്വസംഭവം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ATM-ന്റെ വെക്കേണ്ട കാർഡ് തന്നെ ATM വെക്കേണ്ട സ്പോട്ട് എവിടെയാണ്, ATM വെക്കണ ആൾക്കാർ, ATM-ൽ പൈസ നിറയ്ക്കണത്, കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്, ഈവൻ ഇപ്പം ചില ബാങ്കുകൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് പോലും സെൻട്രലൈസ്ഡ് ആയിട്ടാണ്. അതുപോലും വേറെ ഏജൻസിയാണ് പ്രിൻറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ATM കാർഡ് വരണത് ഒരു പ്രൈവറ്റ് ഔട്ട്സോഴ്സ്ഡ് സ്ഥലത്തു നിന്നാണ്. ഈ നമ്മുടെ പിൻ അടിച്ച് കയറ്റണതും അവരാണ്. കാർഡും പിന്നും എല്ലാം അവരാണ് അടിച്ചു വിടുന്നത്. സാധാരണക്കാരും ആ പിന്നെ മാറ്റാറില്ല. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. ഒരു ചെറിയ പ്രശ്നമായിട്ടല്ല അത് നിൽക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആനന്ദബോസിന് സംഭവിച്ചത് എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് പിടിയിട്ടില്ല. ATM-ൽ നിന്ന് 6 പ്രാവശ്യമായിട്ടാണ് ഈ $5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷത്തിന് മുകളിൽ ഉള്ള പൈസ രൂപ ടൈംസിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ മോൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അത് 1 മണിക്കൂറിനുള്ളിലാണെന്നാണ് മനസ്സിലാവുന്നത്. ഈ 6 വിഡ്രോവലും നടന്നത്. ഒരുമിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ഒരു ATM-ൽ നിന്ന്. അപ്പോൾ 6 ഒറ്റയടിക്ക് അതെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നേരത്തെ അവർ തയ്യാറെടുത്തിരിക്കണം ഈ ഓപ്പറേഷന്. മിക്കവാറും ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ് എല്ലാം നടത്തിയപ്പോഴോ ATM നടത്തിയപ്പോഴോ സെക്യൂരിറ്റി എല്ലാം ടാമ്പർ ചെയ്ത് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവർ കയ്യിൽ വെച്ചിരിക്കണം. പൈസ മാറ്റി കഴിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല അത് സംഭവിച്ചത്. അപ്പം അതിന് പലതരത്തിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ഒരു കോഷൻ ചെയ്യാൻ പറ്റണത് ബാങ്കാണ് പ്രാഥമികമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം. ബാങ്കുകൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രിക്ക് ആൻഡ് മോർട്ടാർ, ഒരു ബ്രാഞ്ച് ബാങ്കിങ്, ചെക്ക് കൊണ്ട് കൊടുക്കുക, അത് മേടിക്കുക. നമ്മൾ മനുഷ്യർ ബാങ്കിൽ പൈസ ഇടണത് ബാങ്കിനെ വിശ്വസിച്ചിട്ടാണ്.
അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് സെക്ടർ ആയാലും ബാങ്കിന് ഒരു പൈസ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ബാങ്കിനാണ്. അയാൾ അറിഞ്ഞത് വിഡ്രോ ചെയ്യണില്ലെങ്കിൽ വേറൊരാളായിട്ടാണ് അത് ചെയ്തതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ബാങ്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ചിലപ്പോൾ ആനന്ദ ബോസിന് 3 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും നാളെ തന്നെ. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു അത് വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ പൈസ ഇല്ലെങ്കിൽ അതാണ് ശ്രീ കെ ചിലപ്പോൾ അങ്ങനെ പർവ്വതീകരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ ചങ്കാണ് അതൊക്കെ. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഇതിന് സാമൂഹിക മാനമുണ്ട് തീർച്ചയായും. കാരണം സാമ്പത്തികമാണ്, നമ്മുടെ ക്രയവിക്രയങ്ങളൊക്കെ ബാങ്കുകൾ വഴിയാണ്. ഇതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. പ്രത്യേകിച്ച് SBI ലയനം കൂടി സാധ്യമാകുമ്പോൾ ഈ ഡാറ്റാബേസിലുള്ള വിവരങ്ങളൊക്കെ ഔട്ട്സോഴ്സിങ്ങിലാണെങ്കിൽ അത് ഭീകരമായിരിക്കും അതിൻ്റെ ആഴം. ഇല്ല, ഇതിനകത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആളുകളെ കണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത്. എല്ലാ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും വേണം എന്ന് പറഞ്ഞ് ആളുകളെ കണ്ട് നിരക്ഷരരായ ആളുകൾ, ഇപ്പോൾ കേരളത്തിൽ അത് കുറച്ചുകൂടി ഭേദമായിരിക്കും, ബാക്കിയുള്ള സ്ഥലങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിരക്ഷരരായ ആളുകളെ കൊണ്ട് പോലും ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുകയും ഈ ബാങ്കുകളിൽ ബാങ്കിങ്ങിൻ്റെ സൗകര്യാർത്ഥം അവർക്ക് ATM കാർഡുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനകത്ത് ശ്രീ അബ്ദുൽ സലാം പറഞ്ഞതുപോലെ 70 കോടി കാർഡുകൾ ഇഷ്യൂ ചെയ്തതിനകത്ത് 6 ലക്ഷം കാർഡ് മാത്രമാണ് ബ്ലോക്ക് ചെയ്യേണ്ട വന്നുള്ളൂ എന്നൊക്കെ പറയുന്നത്. 6 ലക്ഷം കാർഡല്ല, 6 കാർഡാണെങ്കിൽ പോലും അത് ആരുടെ കാർഡാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്താണെന്നാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുമാണ് ഇതിനകത്ത് കാര്യം. മകളുടെ കല്യാണത്തിന് നാളെ ഒരു ആഭരണം എടുക്കാൻ പോകുന്നയാൾ, അല്ലെങ്കിൽ അമ്മയുടെ ഓപ്പറേഷന് നാളെ ബാങ്കിൽ പൈസ എടുക്കാൻ പോകുന്നയാൾ, ഇവരുടെ കാർഡുകളായിരിക്കാം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോട്ടെ, കാർഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ട് നമുക്ക് ബാങ്കിൽ പോയി പരിഹാരം ഉണ്ടാക്കാം. ഈ പൈസ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ടെക്നോളജി വളരുന്നു. ശ്രീ CV ആനന്ദ ബോസിനെ പോലെയുള്ള ഒരാൾക്ക് പോലും ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യം അതിനേക്കാൾ വലിയ റിസ്ക്കിലാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ചർച്ച ചെയ്യുക യാത്രയിലെ വിഷയമായിട്ട് വന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു കട്ടൺ റൈസറാണ്. ഇത് വലിയ അപകടങ്ങൾ ഇനി ഉണ്ടാവാൻ പോവുകയാണ് കാരണം ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്രത്തോളം കമ്പ്യൂട്ടർ ലിറ്ററേറ്റർ അല്ല, IT ലിറ്ററേറ്റ് അല്ലാത്ത ആളുകളാണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് കള്ളന്മാർ, ഇദ്ദേഹം പറഞ്ഞതുപോലെ കള്ളന്മാർ എല്ലാ കാലത്തും ഉണ്ട്. കള്ളന്മാർ ഏത് ടെക്നോളജി ഉണ്ടാക്കിയാലും ആ ടെക്നോളജി മറികടക്കാനുള്ള ശ്രമം നടത്തും. ആ ശ്രമം നടത്തുമെന്ന് ആലോചിക്കേണ്ടത് ബാങ്കുകളാണ്. അതല്ലാതെ നമുക്കൊരു കാരണവശാലും നമുക്ക് എന്താണ് ഉത്തരവാദിത്വം ഇതിനകത്ത്? നമുക്കൊരു ഉത്തരവാദിത്തമില്ല, ബാങ്കുകളുടെയാണ് ഉത്തരവാദിത്തം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകാവുന്ന ഒരു സാധാരണ തട്ടിപ്പായാൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു വലിയ മോശപ്പെട്ട വശം നമ്മൾ കാണുമ്പോൾ, ഒരു പണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ മിനിയാന്ന് ഒരു 3.5 ലക്ഷം രൂപ അങ്ങനെ എന്തോ ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് കേട്ടു. ഇവരൊക്കെ സമചിത്തതയോടുകൂടി ആ വിഷയത്തെ നേരിട്ടതായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്ത് ഇത് സംഭവിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതാണ് ആഫ്റ്റർ എഫക്റ്റ്. മാത്രമല്ല അതുണ്ടാക്കുന്ന ആ സുരക്ഷിതത്വരാഹിത്യം അല്ലെങ്കിൽ ആ ഒരു അസുരക്ഷിതത്വം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ശ്രീ അജിത് കുമാർ, ഇത്തരം നമ്മൾ പണം നിക്ഷേപിക്കുന്നത് ഒരുപാട് അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ മൂല്യമായാണ്. അത് നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ചോർച്ചകൾ ഉണ്ടാകുന്നു എന്നത് ഒരുപക്ഷെ ഡാറ്റാ ബേസ് ആകാം, ഡാറ്റ കോംപ്രമൈസിങ് ആകാം, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ജാഗ്രതയാകാം, ടെക്നിക്കൽ അപ്ഡേഷൻ വരാത്തതായിരിക്കാം. ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് പോലും സാധാരണക്കാരനെ സംബന്ധിച്ച് അന്യമാണ്. അവർ വേദനയോടുകൂടിയാണ് ഞങ്ങളുടെ ഡെസ്കിലേക്ക് അടക്കം വിളിക്കുന്നത്. എങ്ങനെ ഈ ബാങ്കിങ്ങുമായി എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങൾക്ക് കോളുകൾ എത്തുന്നു. എങ്ങനെയാണ് ഈ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നത്? എന്താണ് വേണ്ടത്? എനിക്കെന്നും തോന്നിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ATMസിൻ്റെ ഈ പ്രോളിഫറേഷൻ എന്നാണ്. തൊട്ട ഈ ATMs വളരെയധികം വന്നതുകൊണ്ട് പലപ്പോഴും ഈ പ്രശ്നമുണ്ടാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ സെക്യൂരിറ്റി പ്രശ്നങ്ങൾക്കുണ്ടായത്. ഈ ATMs ഞാൻ ശരിക്കും എൻ്റെ ഒരു ചരിത്രം ഞാനിപ്പോൾ നോക്കി, കാരണം ഇന്നത്തെ ഡിസ്കഷൻ വരുന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു ചരിത്രം, ഇന്ത്യയിലെ ATMസിൻ്റെ ചരിത്രം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് ഒരു എൻ്റെ 90s ഏർലി 2000 നമ്മൾ തുടങ്ങുന്ന സമയത്ത് അന്ന് ATMs നെറ്റ്വർക്ക്ഡാണ്, കംപ്ലീറ്റ്ലി നെറ്റ്വർക്ക്ഡാണ്. അവിടെ ശരിക്കും അവരൊരു വ്യത്യസ്തമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. കാർഡ് കൊടുക്കുമ്പോൾ നാഷണൽ ലെവൽ കാർഡ്സും ഇൻ്റർനാഷണൽ കാർഡ്സും എന്ന് ശരിക്കും വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ കാർഡ് കിട്ടണമെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. ഇപ്പം എന്താ പറ്റിയിരിക്കണമെന്നല്ല, അങ്ങനത്തെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ മാറ്റി. കാരണം എന്താ, ഈ ടെക്നോളജിയുടെ വളർച്ച തന്നെ പലപ്പോഴും ഈ ടെക്നോളജി വളർച്ച ഒരു കോമ്പറ്റിറ്റീവായി മാറുമ്പോൾ ബാങ്കുകൾ തമ്മിലുള്ള ഈ കോമ്പറ്റിഷൻ കാരണമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ATMൻ്റെ വളർച്ചകൾ വന്നിരിക്കുന്നത്.
ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഇല്ല, ഇപ്പം 2-3 നല്ല പോയിന്റ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഔട്ട്സോഴ്സിങ് വേണ്ടി വന്നു. ഇതിനൊക്കെ കാരണം എന്താ? ഈ ബാങ്ക്സ് തമ്മിൽ ഈ കോമ്പറ്റീഷൻ്റെ ലെവലാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ATMs ആയിട്ട് കിടപ്പുണ്ട്, യൂസ് തന്നെ ചെയ്യാറില്ല, എന്നാലും അത് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പല ATMs ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ATMസിലാണ്. വളരെയധികം ശരിക്കും ട്രാൻസാക്ഷൻ നടക്കുന്ന ATMസിൽ വലിയ ഫ്രോഡൊന്നും നടക്കാനുള്ള സ്കോപ്പ് കുറവാണ്. കാരണം ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ലോൺലി ആയിട്ട് കിടക്കുന്ന പല ATMസും ഇങ്ങനെ വലിയ യൂസ് നടക്കാത്ത ATMസും ഒക്കേഷണലി ഉപയോഗിക്കുന്ന ATMസിലൊക്കെയാണ് ഈ പ്രശ്നം ഞാൻ കാണുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ATMസിൻ്റെ നമ്പർ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു പോളിസി വേണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ICICI ചെയർമാനായ ഉടനെ ചന്ദ കൊച്ചാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, വി ആർ സ്റ്റാർട്ടിങ് 300 ATMs എന്ന്. ഉടനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാനാണ് പറഞ്ഞത് എന്താ, വി ആർ സ്റ്റാർട്ടിങ് 6000 ATMs. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ. പക്ഷേ ശ്രീ അജിത് കുമാർ, അതായത് ATM എന്നതിന്റെ ഉദ്ദേശം തന്നെ ഒരുപക്ഷെ ATM എന്നതിന്റെ ഉദ്ദേശം തന്നെ ഇങ്ങനെയാണ്. അതായത് നിരവധിയായ ആൾക്കാർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പാകത്തിലുള്ള സൗകര്യം എന്നത് കൂടി ATMിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. 600 ബ്രാഞ്ചോ 6000 യൂണിറ്റുകളോ തുടങ്ങിയാലും കുഴപ്പമില്ല. ഇതൊക്കെ കൃത്യമായി നാഥനോടുകൂടി നീങ്ങുന്ന ഒരു സംവിധാനമാണ് എങ്കിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല. നേരത്തെ ശ്രീ ഉണ്ണിച്ചെറിയാൻ പറഞ്ഞത് ടെക്നിക്കൽ അപ്ഡേഷൻ അവിടെ നടക്കുന്നില്ല. ആഗോളീകരണം സംഭവിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടി ആഗോളവൽക്കരിക്കപ്പെടുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതില്ലേ? അതാരാണ് ശ്രദ്ധിക്കേണ്ടത്? അതന്നെ ഈ താങ്കൾ പറയുന്ന ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, ഈ വോള്യൂംസ് കൂടിപ്പോയി. അപ്ഡേഷൻ ഇല്ലാണ്ട് വോള്യൂംസ് കൂട്ടുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നാച്ചുറൽ അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പം എന്തുകൊണ്ട് ഔട്ട്സോഴ്സിങ്, ഇപ്പം ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് പറഞ്ഞല്ലോ, എല്ലാം ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യാം. കാരണം എന്താണ്? ബ്രാഞ്ചിലുള്ള ആൾക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഈ ഔട്ട്സോഴ്സ് ചെയ്യണത്. ഈ ഔട്ട്സോഴ്സിങ്ങിന് കാരണം എന്താണ്? ഈ പ്രോളിഫറേഷൻ വന്നപ്പോൾ എന്ത് പറ്റി? ATMസിന് സെക്യൂരിറ്റി കുറഞ്ഞു. പണ്ട് തുടക്കത്തിൽ ATMs ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, എല്ലാ ATMസും വെൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, അന്ന് ഈ ഫ്രോഡൊന്നും ഉണ്ടായിരുന്നില്ലോ. എന്നാൽ ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞ് ആഗോളവൽക്കരണത്തിൻ്റെ കൂടെ നമ്പർ ഓഫ് ATMസിൻ്റെ നമ്പർ കൂടിയപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഈ ATMസിൻ്റെ നിയന്ത്രണം പോയി. അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. കാര്യം ഇപ്പോൾ ബാങ്കുകൾക്കും, ഇപ്പോൾ നമ്മൾ ബാങ്കുകൾ അപ്രോച്ച് ചെയ്യാൻ കാര്യം ശരിയാണ്, നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ പണം കെയർഫുള്ളായിട്ട് വെക്കുക എന്നുള്ളത്. എന്നാൽ ബാങ്കുകൾക്ക് ഇത് പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് ചോദിക്കാം. ശ്രീ കെ എം അബ്ദുൽ സലാം കേൾക്കാമെങ്കിൽ, അതായത് ATMിന്റെ ചുമതലകൾ കൂടി വഹിക്കുന്ന ആളാണ് താങ്കൾ. ഒരു ചാനൽ മാനേജറിന് എത്ര ATM യൂണിറ്റുകളാകും അദ്ദേഹത്തിന്റെ കീഴിലുണ്ടാവുക? അല്ല, അത് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ഓരോ സ്ഥലത്തിന് എന്നാലും ഏകദേശം 100 170 വരില്ലേ? ഇതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഇല്ല, ഓരോ ബ്രാഞ്ച്, അതായത് നമ്മളുടെ ATMകൾ നമ്മുടെ ബാങ്കുകളിലെ സിസ്റ്റം അനുസരിച്ച് ചില ATMകൾ പ്രാദേശികമായിട്ട് ഓരോ ബ്രാഞ്ചുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ചില ATMകളിൽ ബ്രാഞ്ചുകളായിരിക്കും നേരിട്ട് നിയന്ത്രിക്കുന്നത്, ചില ATMകൾ ഔട്ട്സോഴ്സിംഗ് ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ബാങ്കുകൾക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ബാങ്കുകൾ ഒരു കാരണവശാലും സുരക്ഷാ വീഴ്ച ഉണ്ടാക്കാൻ പാടില്ല. അത്തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാക്കുമ്പോൾ കസ്റ്റമേഴ്സിന് വരുന്ന നഷ്ടങ്ങൾ നികത്താൻ ബാങ്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ എത്ര ബാങ്കുകൾ അങ്ങനെ ചെയ്യുന്നു? SBT അത് ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ബാങ്കുകളൊന്നും ആ ഉറപ്പ് ഉപഭോക്താവിന് നൽകിയതായി വാർത്തയുമില്ല. നോ, അങ്ങനെയല്ല. ഇതിനൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഒരു ATM വഴി ഒരു കസ്റ്റമർക്ക് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനകത്ത് പണം നൽകണമെന്നും അതല്ലെങ്കിൽ പെനാൽറ്റി നൽകണമെന്നൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ റെയർ ആയിട്ടുള്ള രീതിയിലാണെങ്കിലും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല, ഇത് ബാങ്കുകളുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഉപഭോക്താക്കളുടെ പണത്തിന്റെ സുരക്ഷ ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അടുത്തൊരു പോയിന്റ്, ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു, ബാങ്കുകളുടെ ഡാറ്റാബേസിനകത്ത് നിന്ന് കടന്നു കയറപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. ബാങ്കുകളുടെ ഡാറ്റാബേസുകളൊന്നും ഔട്ട്സോഴ്സ്ഡ് അല്ല. ബാങ്കുകളുടെ ഡാറ്റാബേസുകൾ, പ്രധാന ഡാറ്റാബേസുകൾ, അതായത് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന സെർവറുകളൊക്കെ പല തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിലെ ഒരു ബാങ്കിങ് സുരക്ഷാ സംവിധാനം അബ്സല്യൂട്ട് ഒന്നുമല്ല. ആഗോള തലത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും ബാങ്കിങ് സംവിധാനങ്ങളുമായി കിടപിടിക്കുന്നതാണ്. പിന്നെ ഈ ഫ്രോഡുകളെ സംബന്ധിച്ചിടത്തോളം
അപ്പുറം പറയുകയാണെങ്കിൽ അത് ഇന്ത്യയിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, യൂറോപ്യൻ കൺട്രീസിലും എല്ലായിടത്തും ഉണ്ട്. ടെക്നോളജി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഫ്രോഡുലന്റ് പോസിബിലിറ്റീസും ഉണ്ടാവും. പക്ഷെ അത് മുൻകൂട്ടി കണ്ടെത്തണം. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും പിഴവുകൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തിരുത്തണം. ആ രീതിയിൽ ബാങ്കുകൾ മുന്നോട്ട് പോയേ പറ്റൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ല, അങ്ങനെ പിഴവുകൾ ശ്രീ കെ അബ്ദുൽ സലാം, അങ്ങനെ പിഴവുകൾ നികത്താൻ പാകത്തിലുള്ള ടെക്നിക്കലി അപ്ഡേറ്റഡ് ആണോ നിങ്ങളുടെ സംവിധാനം? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതിൽ വീഴ്ചയുണ്ടെങ്കിൽ പറയൂ. അല്ല ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും, അത് കോർ ബാങ്കിങ് ആവട്ടെ, ATM ആകട്ടെ, ഇന്റർനെറ്റ് ബാങ്കിങ് ആകട്ടെ, ഈ മേഖലയിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും അത് ലോകത്തിലുള്ള ഏത് ബാങ്കിങ് സംവിധാനത്തോടും കിടപിടിക്കുന്നത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പം ഈ ATMകളിൽ നിന്ന് ഡാറ്റ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പല രീതിയിൽ സംഭവിക്കാം. ഒന്നുമില്ലെങ്കിൽ ATM മെഷീനിൽ വെച്ച് നടത്താം, അതായത് ഇൻസ്ട്രുമെന്റിന്റെ സൈഡിൽ നടക്കാം. അതല്ലെങ്കിൽ നെറ്റ്വർക്കിൽ സംഭവിക്കാം. അതല്ലെങ്കിൽ സെർവർ അതായത് ATM സെർവർ, പ്രധാന ഡാറ്റാബേസ് സെർവർ അല്ല, ATMന്റെ സ്വിച്ച് ലെവലിൽ സംഭവിക്കാം. ഇതെല്ലാം കണ്ടുപിടിച്ച് തിരുത്തുക എന്നുള്ളത് ബ്രാഞ്ചുകളുടെ ഉത്തരവാദിത്തമാണ്. ഒരു സംശയമല്ല, ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് അതിശക്തവും കർശനമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങൾ മികച്ചതാക്കുന്നുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിന് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഇപ്പം കറൻസി നോട്ടുകൾ അടിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് സർക്കുലേഷനിലുള്ള കറൻസി നോട്ടുകളുടെ 8 മുതൽ 9% വരെ കള്ളനോട്ടുകളുണ്ട്. ഇത് എല്ലാ രംഗത്തും ഇങ്ങനെ ഉണ്ടാവും. പ്രത്യേകിച്ച് ടെക്നോളജിയിൽ നമ്മുടെ ടെക്നോളജി അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ഇതിനകത്തുള്ള ഫ്രോഡ് സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും. അത് നമ്മൾ മുൻകൂട്ടി കാണണം. അതുപോലെ തന്നെ കൃത്യമായ അതാണ് ശ്രീ അബ്ദുൽ സലാം വ്യക്തിപരമായി എടുക്കില്ലെങ്കിൽ ഞാനൊരു തമാശ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് ഫോണിലൂടെയും വിവരങ്ങളിലൂടെയും ഒക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഒരു സൈഡിൽ നിൽക്കുന്നു. താങ്കളെപ്പോലെ ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയ വ്യക്തിപരമായി താങ്കൾ മിടുക്കനാകാം, പക്ഷേ അത്തരം വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മറ്റൊന്ന്. ഇവിടെ പണ്ട് ഇറാഖിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ മൊസൂൾ പിടിച്ചു, ബാഗ്ദാദ് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇറാഖിൻ്റെ അംബാസിഡർ പറഞ്ഞത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. ഒരു ദിവസം സദ്ദാം ഹുസൈൻ നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരു ദിവസമാണ് അദ്ദേഹം ഗെയിം ഓവർ എന്ന് പറഞ്ഞത്. ആ ഒരു വാക്കാണ് ഇന്നും ഞാൻ ഓർത്തത്. താങ്കൾ പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ശ്രീ ജോസ്റ്റി അബ്രഹാം, അതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ടെക്നിക്കലി അപ്ഡേറ്റഡ് ആണ്, ഏത് രാജ്യത്തോടും കിടപിടിക്കാവുന്ന തരത്തിലേക്കാണ്, ഓരോ പിഴവുകളും മാറ്റാനുള്ള സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോഴും ഈ ഔട്ട്സോഴ്സിംഗ് അടക്കം വരുത്തുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന്, എംപ്ലോയീസ് സംഘടനാ നേതാക്കന്മാരുടെയും സംഘടനയുടെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിർദ്ദേശം അത്തരത്തിൽ മുമ്പോട്ട് വെക്കാനുണ്ടോ? നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കിൽ അതെന്താണ്? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ ഇതിന്റെ സൂപ്പർവിഷനും ഔട്ട്സോഴ്സിംഗ് പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് തന്നെ. ആ ഡിമാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ ധാരാളം പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വരുന്ന വിഷയം ഞാൻ നേരത്തെ തുടങ്ങിയ വിഷയത്തിലേക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആയിക്കോട്ടെ, ഇപ്പം ഞാനൊരു ബാങ്ക് യൂണിയൻ്റെ ആളെന്നുള്ള നിലയ്ക്ക് അല്ലാതെ തന്നെ ഇനി ബാങ്കുകൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് എന്താ ഇതിൻ്റെ എല്ലാം വരുന്നത് ടെക്നോളജി ചെയ്യുന്നത് കൊണ്ടും ബ്രാഞ്ച് ഇപ്പം മുമ്പേ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്, ആൾക്കാരെ ബ്രാഞ്ചിൽ കയറരുത് എന്നുള്ളതാണ് ബാങ്കുകളുടെ ഒക്കെ ഇപ്പോഴുള്ള സമീപനം. പറ്റുമെങ്കിൽ ATMയിൽ പോയി പൈസ എടുത്തിട്ട് പോയിക്കോണം, ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിക്കാം, മൊബൈൽ ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിക്കാം. ഇതൊക്കെ ചെയ്തോട്ടെ. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്താ ലഭിക്കുന്നത്? കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാരെ നിയമിക്കുന്നത് കുറയ്ക്കുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് കുറയ്ക്കുന്നുണ്ട്. ഈ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് ഫ്രോഡ് നടന്ന ഉടനെ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണം. ആനന്ദബോസിന് ഇന്ന് പൈസ തിരിച്ചു കൊടുക്കണം. ബാക്കി വിഷയങ്ങൾ അവർ പിന്നെ ചർച്ച ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇപ്പോഴും നടന്ന, ഞാൻ നബാർഡിലെ ജോലിയാണ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 18,000 രൂപ ബാങ്ക് ATMുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക് ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. കക്ഷി ഇതിനകത്ത് വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്നത്, 1.5 മാസമായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ നടന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷിച്ച് സമയം കളയുന്നത് ഒരു ജീവൻ മരണ പ്രശ്നമുള്ളതിലാണ്. ഈ പൈസയെങ്കിലും എവിടെ നിൽക്കാൻ കാര്യം? അത് ചെയ്യാൻ പാടില്ല. ശ്രീ കെ അബ്ദുൽ സലാം, താങ്കളിലേക്ക് തന്നെ ഒരിക്കൽ കൂടി എത്തുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. താങ്കൾ പറഞ്ഞു റിസർവ് ബാങ്കിന്റെ അത്തരത്തിലുള്ള നോംസ് ഒന്നും പാലിക്കപ്പെടുന്നില്ല, അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം കൂടി പറയുകയാണ്. ഞാൻ അതാണ് നേരത്തെ ഉദ്ധരിച്ചതും. അങ്ങനെയുള്ള വാർത്തകളുണ്ട്. SBT അല്ലാതെ ആരും പണം ഇതുവരെ നൽകിയിട്ടില്ലെന്ന്. 1.5 മാസമായി.
ഞാൻ താങ്കളോട് പറയട്ടെ, ഇപ്പം നമ്മളിപ്പം അത് ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഡിജിറ്റൽ യുഗത്തിലോട്ട് കടന്നതിന് ശേഷം നമുക്ക് തിരിച്ചിനി ബാങ്കിലോട്ട് തിരിച്ചു പോകാനായിട്ട് കഴിയില്ല. ടെക്നോളജി പോകുന്നതിനനുസരിച്ച് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് വേണേൽ നമുക്ക് വിളിക്കാം, നമുക്കിത് മുന്നോട്ട് പോയേ പറ്റൂ. നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് എൻ്റെ അനുഭവങ്ങൾ വഴി ഞാനും സമ്മതിക്കുന്നു. പല സമയങ്ങളിലും പല ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ജാഗ്രത കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അത് ഞാനും അംഗീകരിക്കുന്നു. അതാണ് അബ്ദുൽ സലാം അതിലൊക്കെയാണ് നയങ്ങൾ എത്തുന്നത്. ശ്രീ അബ്ദുൽ സലാം അതിലൊക്കെയാണ് നയങ്ങൾ എത്തുന്നത്, അധികൃതരുടെ നയങ്ങൾ എത്തുന്നത്. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് കൃഷി മാത്രമല്ല, വാല്യൂ ആഡഡ് പ്രോസസ്സ് കൂടി നടക്കണമെങ്കിൽ വ്യവസായം വേണം. തീർച്ചയായും അത് ശരിയാണ്. അത്തരത്തിൽ നമുക്ക് ആധുനിക യുഗത്തിലേക്ക് കടന്നേ മതിയാകൂ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആഗോളവൽക്കരിക്കപ്പെടുന്ന കേരളം പോലെ ഒരു സമൂഹത്തിൽ. തീർച്ചയായും അത് അംഗീകരിക്കുന്നു. പക്ഷേ അമിതാർത്തി, നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളെപ്പോലും ഒഴിവാക്കുന്നു, ജനങ്ങളാരും ബാങ്കിലേക്ക് കയറേണ്ട അത്രയും തിരക്കൊഴിവാക്കുന്നു. ഇതൊക്കെ ലാഭക്കൊതിയാണ് ബാങ്കുകളുടെ ഭാഗത്തുണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്ന പ്രശ്നം കൂടിയുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, അല്ലേ ശ്രീ ജോസ് ടി എബ്രഹാം? ഞാൻ ഒന്നിടപെട്ട് പറഞ്ഞോട്ടെ. ബാങ്ക്, ഈ ഫെഡറൽ ബാങ്ക് ഇന്നോ നാളെയോ ആനന്ദ ബോസിന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കില്ല. അന്വേഷണം നടത്തി ആരുടെ ഭാഗത്താണ് തെറ്റ്, എന്ത് വീഴ്ചയാണെന്ന് മിനിമം 2-3 ആഴ്ച എടുക്കും ഈ പൈസ തിരിച്ചു കൊടുക്കണമെങ്കിൽ. അത് പ്രൂവ് ചെയ്യുകയും വേണം. ആനന്ദബോസിൻ്റെ ഭാഗത്തുനിന്ന്, ആനന്ദബോസിൻ്റെ മോൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും വന്നിട്ടില്ലെന്ന്. അത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. അവർ പൈസ തിരിച്ചു കൊടുക്കട്ടെ ഇമ്മീഡിയറ്റ് ആയിട്ട്, എന്നിട്ട് അന്വേഷിക്കട്ടെ. അത് ചെയ്യില്ല അവർ. അതാണ് ഞങ്ങളുടെ പണം ഏൽപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും വട്ടിപ്പലിശക്കാരൻ്റെ കയ്യിലല്ല, ഞങ്ങൾ പണം ഏൽപ്പിച്ചിരിക്കുന്നത് ബാങ്കുകളുടെ പക്കലാണ്. അങ്ങനെയെങ്കിൽ ആ സുരക്ഷിതത്വം ഞങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. തീർച്ചയായും ഇങ്ങനെ സംഭവിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ ബാങ്കുകളിലാണെങ്കിൽ ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ, അവരല്ലേ ഇതിൻ്റെ നേട്ടം കൊയ്യുക സ്വാഭാവികമായും. അങ്ങനെ ഒരു ആശങ്ക കൂടി തൊഴിലാളി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫോർവേഡ് ചെയ്യുന്നു. തീർച്ചയായും ശ്രീ അജിത് കുമാർ, അതിലേക്കാണ് നമുക്ക്, അതായത് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന്, അവരുടെ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒക്കെ വരുന്ന ഒരാശങ്കകളിൽ ഒന്ന് ക്രോഡീകരിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ട്, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ, ഇവരിലേക്ക് കാര്യങ്ങളെത്തും. വരുന്ന വാർത്തകളാകെയും പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകളെ സംബന്ധിച്ചുമാണ്. ഇത് ഗോളടിക്കുന്നത് വേറെ ചില കോണുകളായിരിക്കും എന്നൊരാശങ്ക അവർ വെക്കുന്നു. അതിൽ എത്രത്തോളം കഴമ്പുണ്ട്? തീർച്ചയായിട്ടും അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഇപ്പം ന്യൂ ജനറേഷൻ ബാങ്ക്സ്, പ്രത്യേകിച്ച് 7 ന്യൂ ജനറേഷൻ ബാങ്ക്സ് നമുക്കുള്ളത്, അവർ പലതിലും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടേഴ്സ്, ഞങ്ങൾ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ ശരിയാവുന്നത്. ഇപ്പോൾ ഒരു ചെറിയ വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയുമാണ്. കാരണം ഇന്ത്യയിൽ ഈ ATM എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇത്രയധികം പോപ്പുലറൈസ് ചെയ്ത ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? ICICI ബാങ്കാണ്. തുടക്കത്തിൽ SBT തുടങ്ങിയെങ്കിലും ഈ ICICI ബാങ്കിലൂടെയാണ് ആദ്യമായിട്ട് ഇത്രയധികം ATMs എന്നുള്ളതും ഈ നെറ്റ്വർക്കിങ്ങും എല്ലാം കൂടി തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് എന്തുണ്ടായി? ഇവർ ന്യൂ ജനറേഷൻ ബാങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ന്യൂ ജനറേഷൻ ബാങ്ക്സ് അങ്ങ് വന്നു. ശരിക്കും നമ്മൾ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ന്യൂ ജനറേഷൻ ബാങ്ക്സ് 1990s വളരെയധികം വന്നത്. ഇത് വന്നപ്പോൾ മറ്റ് ബാങ്കുകൾ എന്ത് ചെയ്തു? അവരും തിരിച്ച് ന്യൂ ജെൻ ആവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരവരുടെ ട്രഡീഷണൽ ബാങ്കിങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തില്ല. കാരണം എന്താ? ന്യൂ ജെൻ ബാങ്ക്സിന് ഇത്രയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവർക്കും പറ്റില്ല, അവർക്കും പാടില്ല? ബാങ്ക്സിൻ്റെ അക്കൗണ്ടബിലിറ്റി അത് കൂടുതൽ വേണം. ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിന് നല്ല പ്രഷറായിരുന്നു. ശ്രീ യൂണിയൻ ലീഡർ നമ്മുടെ കൂടെയുള്ള അദ്ദേഹത്തിനും കൃത്യമായിട്ടറിയാം. അന്ന് ഞങ്ങളെപ്പോലെ ആൾക്കാർ, ഞാനൊരു സാമ്പത്തിക വിദ്യാർത്ഥിയാണ്, എനിക്കറിയാം ഇതൊരു വളരെ സീരിയസ് ഇഷ്യൂയിലേക്ക് പോവാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ കമ്പീറ്റ് ചെയ്യാതെ പറ്റില്ല. ന്യൂജൻ ബാങ്ക്സ് എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് അവസാനം എന്താ പറ്റുന്നത്? നമ്മുടെ ട്രഡീഷണൽ ബാങ്ക്സിന് ഇരിക്കപ്പൊതിയില്ല, സർവൈവൽ പോലും ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു സാഹചര്യം പോലും ഗവൺമെൻറ് ലെവലിൽ വന്നു എന്നുള്ളത് അതൊരു വാസ്തവ ഒരു കാര്യമാണ്. അപ്പം പേരെന്താണ്? പ്രോഗ്രസ്. യെസ്, പ്രോഗ്രസ് അത്യാവശ്യമാണ്, ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ പ്രോഗ്രസ് വിത്തൗട്ട് കോഷനാണ് ഇവിടെ ഇതാ പറ്റുന്നത്. ഏത് നിയമം നമ്മൾ കൊണ്ടുവന്നാലും നിയമം വേഗം കൊണ്ടുവരും.
കാര്യങ്ങൾ വേഗം കൊണ്ടുവരും, അതാകെ ഇംപ്ലിമെൻ്റ് ചെയ്യും, പിന്നെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നടക്കുക. അവിടെയാണ് നമ്മുടെ പോളിസിയിലുള്ള ഏറ്റവും വലിയ തകരാറ്. അത് തന്നെയാണ് ATMs നടന്നിരിക്കുന്നത്. ATMs അങ്ങ് തുടങ്ങി, എല്ലാ ബാങ്കുകളോടും ATMs തുടങ്ങാൻ, പ്രത്യേകിച്ച് ഓഫ് ഷോർ ATMസിനെ കുറിച്ച് എനിക്ക് ഭയങ്കര പരാതിയുണ്ട്. കാരണം ഈ ഓഫ് ഷോർ ATMs എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. എല്ലാവരും ഓഫ് ഷോർ ATMs, എല്ലാ 250 മീറ്ററിലും ഒരു ATM എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് നാഷണലൈസ് ബാങ്ക്സിനും അതേ ഒരു ഗിൽറ്റ് ഉണ്ട്. കാരണം പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് പോയപ്പം അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരുടെ ഭാഗത്തുനിന്നുള്ള വ്യഗ്രതയുണ്ടായി. പക്ഷേ അവരുടെ തെറ്റെന്താന്ന് പറഞ്ഞാൽ ന്യൂജൻ ബാങ്ക്സ് പോലെയുള്ള ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് അവർക്ക് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായി. ആ റെസിസ്റ്റൻസ് കാരണമാണ് ഈ ഇപ്പോൾ ട്രഡീഷണൽ ബാങ്ക്സ് ആയിരുന്നവരൊക്കെ ഇപ്പോഴും സഫർ ചെയ്യുന്നു. ന്യൂജൻ ബാങ്ക്സ് നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. താങ്കൾ പറഞ്ഞ ചോദ്യത്തിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇൻ ജനറൽ എല്ലാവർക്കും കാണുന്നത് എവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്? ഇതെല്ലാം നടക്കുന്നത് ഗവൺമെൻറ് ബാങ്ക്സിൽ, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക്സിൽ. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഒരു എക്സെപ്ഷനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ ഫ്രോഡും നടന്നിരിക്കുന്നത് എവിടെയാണ്? ന്യൂജൻ ബാങ്ക്സിലാണോ? ന്യൂജൻ ബാങ്ക്സിലല്ല. അപ്പോൾ അത് അവർക്കൊരു പ്ലസ് പോയിൻ്റായി. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞാൽ ഇത് വീണ്ടും എനിക്കത് പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ പിന്നിൽ കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ട് ഇവരും ഉണ്ടായിരുന്നോ? ഉണ്ടാകാൻ നല്ല സാധ്യത. ശരിയാണ് ശ്രീ അജിത് കുമാർ താങ്കൾ പറഞ്ഞത്. ശ്രീ ഉണ്ണിച്ചെറിയാൻ, അജിത് കുമാർ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ചില പോയിന്റുകളുണ്ട്. ഇങ്ങനെയാണ്, ഈ ഒരു ദഹനക്കേടുള്ളവൻ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് നാം എല്ലാ ടെക്നിക്കും. ഒരുപക്ഷെ പുരോഗതിയെയോ അല്ലെങ്കിൽ ആധുനികതയോ ഒന്നുമല്ല എതിർക്കുന്നത്. ഇങ്ങനൊരു വലിയ ആശങ്കയില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ശ്രീ അജിത് കുമാർ പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുള്ളത്, ഈ ATMകൾ ഇപ്പോൾ ഇത്രയും ATMകളുടെ ആവശ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഈ പറഞ്ഞ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ATMകൾ, ഇത് നിറയെ പണമാണ്. ഇപ്പോൾ ഏത് തരത്തിൽ എന്ത് തരത്തിൽ, ഇപ്പോൾ ഈ പറയുന്ന കോഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കായികമായി തന്നെ ഈ ATMകളെ ഈ തകർത്ത് അതിനകത്ത് നിറയെ പണം ഇരിക്കുകയാണ്. ആ പണം എടുത്തുകൊണ്ട് പോകാൻ തക്കവണ്ണമുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ATMകൾ ഇപ്പം ശ്രീ അജിത് കുമാർ പറഞ്ഞ് വളരെ വാസ്തവമാണെന്ന് ഞാൻ പറയാൻ കാരണം, വളരെ റിമോട്ടായിട്ടുള്ള ഈവൻ ഗാർഡുകൾ ഉണ്ടായിരിക്കും പോലും ഗാർഡുകളെ അവിടെ കാണാതിരിക്കുന്ന അങ്ങനത്തെ ATMകളൊക്കെ ധാരാളമുണ്ട്. ഈ ക്യാമറ സർവൈലൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇഷ്യൂസിന് ശേഷം, ഈ ആൽത്തറയിലെ ഇഷ്യൂസിന് ശേഷം. തീർച്ചയായിട്ടും നല്ല വേനൽക്കാലത്ത് കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് മെയ് മാസത്തിലെ കേരളത്തെ അനുഭവപ്പെട്ട ഏറ്റവും വലിയ ചൂടിൻ്റെ സമയത്ത് ATMനകത്ത് കയറി നല്ലൊരു സമാധാനമാണ്. കാരണം ഒരു AC ഉണ്ട്, വേറെ പൈസയൊന്നും മുടക്കില്ല, ATMനകത്ത് കയറിയിരിക്കാം. ബാറുകൾ പൂട്ടിയതിന് ശേഷം, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ബാറുകൾ പൂട്ടിയതിന് ശേഷം ഇങ്ങനത്തെ റിമോട്ടായിട്ടുള്ള ATMകളിൽ ഗാർഡുകളുടെ അനുവാദത്തോടു കൂടിയാണെങ്കിൽ പോലും അതിനകത്ത് കയറി കള്ളു കുടിക്കുന്നവരുണ്ട്. പോലീസ് പിടിക്കില്ല. ATMനകത്ത് കയറി കള്ളു കുടിച്ചാൽ, വേറെ കള്ളു കുടിക്കാൻ സ്ഥലമില്ല. ഇത് ഇങ്ങനെ ഈ സെക്യൂരിറ്റി ഇല്ലാത്ത ഗാർഡഡ് അല്ലാത്ത ATMകൾ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ATMകൾ ഉണ്ടാക്കി ഈ കോമ്പറ്റീഷന് വേണ്ടിയുള്ള ഈ അത്യാർത്ഥി, അതായത് എംപ്ലോയീസിനെ ഒഴിവാക്കുക, കാവലിന് പോലും പരമാവധി എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുക, ഒരു ബാധ്യതയും ഒരു ഉത്തരവാദിത്വവും കൈ നനയാതെ പൊത്താനെ പിടിക്കുക എന്ന നാടൻ ഭാഷയിൽ പറയുന്നത്. കൈ നനയാതെ പിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ചോദിക്കട്ടെ, ശ്രീ CV ആനന്ദ ബോസിൻ്റെ ഒരു പക്ഷേ ഇപ്പോൾ 3 ലക്ഷം രൂപ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ 2 ആഴ്ചയോ 3 ആഴ്ചയോ അന്വേഷണം നടത്തിയിട്ട് തിരിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അന്വേഷണത്തിന്റെ കാലാവധി നീട്ടമല്ലോ, 1.5 മാസമായി കിട്ടാത്തവരുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ശ്രീ CV ആനന്ദ ബോസിന് ആ പണം ഇന്ന് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ്, നാളെയും ചെലവാക്കാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിൻ്റെതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഇന്നും ചെലവാക്കാൻ പറ്റുന്നില്ല, അടുത്ത 1 മാസത്തേക്ക് ചെലവാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെലവാക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടം ഇത് കൊടുക്കുമോ? ബാങ്ക് കൊടുക്കുമോ? ബാങ്ക് ഈ 3 ലക്ഷം രൂപയല്ലേ കൊടുക്കുള്ളൂ. അത് ഇനി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പൈസ കൊണ്ടുള്ള കളിയാണ്. പൈസ എന്നുള്ളത് മനുഷ്യൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ബാങ്കിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നിസ്സാരമായ ഒരു കുറ്റകൃത്യം പോലും, ഒരു തെറ്റുകൾ പോലും, ഒരു അവധാനത പോലും ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സാമൂഹിക ദുരന്തമായിരിക്കും. അതാണ് വളരെ അവഗാഹത്തിൽ വളരെ അവധാനതയോടുകൂടി അവതരിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അബ്ദുൽ സലാം, താങ്കളോട് ചോദ്യമില്ല. ഈ ഗസ്റ്റുകളൊക്കെ, ഈ അതിഥികളൊക്കെ പറഞ്ഞ വാക്കുകൾ ഓരോന്നും താങ്കളോട് ചോദ്യമായി മുമ്പോട്ട് വെക്കുന്നു. ശ്രീ അബ്ദുൽ സലാം, താങ്കൾക്ക് പറയാം. അതെ, ഇതിനകത്ത് നമ്മുടെ രാജ്യത്ത് ഇത്ര ATMകൾ വേണോ എന്നുള്ള ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബാങ്കിങ് കസ്റ്റമേഴ്സിന്റെ എണ്ണവും ATMകളുടെ എണ്ണവും കൂടി കണക്കാക്കുമ്പോൾ വളരെയധികം കുറവാണ്. അടുത്തത് ഈ ATM ദുർബലമാണ്, ഈ സംവിധാനം ദുർബലമാണ്. ബഹുതല സുരക്ഷാ സംവിധാനങ്ങൾ
സംവിധാനം ദുർബലമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. സംവിധാനം നിങ്ങൾ ടെക്നോളജിക്കലി ആണോ ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചത്? ആ രീതിയിൽ തന്നെ പറഞ്ഞു. ആ രീതിയിൽ സാങ്കേതികമായാണ് വളരെ ക്ലിയർ ആണ്. ഒരു ടെക്നോളജിക്കൽ അല്ലല്ല, നിങ്ങൾ ആ രീതിയിലുള്ള ഒരു തെറ്റായ ധാരണ ഉപഭോക്താക്കൾക്ക് നൽകരുത്. ടെക്നോളജിക്കലി ദുർബലമൊന്നുമല്ല, വളരെ ശക്തമാണ്. അങ്ങനെ നിങ്ങളുടെ വാദഗതി ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് മറ്റൊരു രാജ്യത്തും യാതൊരുവിധ ബാങ്കിങ് ഫ്രോഡുകളും നടക്കുന്നില്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ബാങ്കിങ് ഫ്രോഡുകൾ നടക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അമേരിക്കൻ ഐക്യനാടുകളും യൂറോപ്യൻ കൺട്രികളുമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബാങ്കിങ് ഫ്രോഡുകൾ നടക്കുന്നത്. അങ്ങനെയല്ല, ടെക്നോളജിക്കലി ഇന്ത്യയിലെ പ്രത്യേകിച്ച് നിങ്ങൾ പൊതുമേഖലാ ബാങ്കുകൾ, ഈ ന്യൂജൻ ബാങ്കുകളുടെ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ മാസത്തിൽ നടന്ന സെക്യൂരിറ്റി കോംപ്രമൈസ് നടത്തിയത് ഒരു ന്യൂജൻ ബാങ്കാണ്. ന്യൂജൻ ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ കുറച്ചുകൂടി ശക്തമായ അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാണ്. പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ കാര്യം നോക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമർ ബേസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്പർ ഓഫ് ATMs വളരെ കൂടുതലാണ്. പൊതുമേഖലാ ബാങ്ക് പ്രത്യേകിച്ച് PMJDY ഒക്കെ വന്നതിന് ശേഷം പൊതുമേഖലാ ബാങ്കുകളുടെ കസ്റ്റമർ ബേസും അവരുടെ നമ്പർ ഓഫ് ATMsഉം മറ്റു കാര്യങ്ങളും വളരെ കൂടുതലാണ്. അപ്പോൾ ആനുപാതികമായിട്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന പ്രതിവിധികൾ നമ്മൾ നേരത്തെയും പല ഡിസ്കഷനുകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രതിവിധികൾ ഒന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ ദൂരപ്രദേശങ്ങളിലുള്ള ATMകൾ അവിടെ കായികമായ സുരക്ഷാ സംവിധാനം ഒരുക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് തന്നെയാണ്. എല്ലാ ATMകളിലും സുരക്ഷാ സംവിധാനങ്ങൾ വേണം. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മുടെ രാജ്യത്ത് 2 ലക്ഷത്തിൽ കൂടുതൽ ATMകളുണ്ട്. എല്ലാ ATMകളിലും സുരക്ഷാ സംവിധാനം കായികമായി സെക്യൂരിറ്റി ഗാർഡുകൾ എങ്ങനെ വെക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള സാങ്കേതിക പോസിബിലിറ്റീസ് എനിക്കറിയില്ല. ഇതിനേക്കാളും കൂടുതൽ അതാണ് ശ്രീ അബ്ദുൽ സലാം, അവിടെയാണ് നമുക്ക് കാതലായ ആ വിഷയത്തിലേക്ക് കൂടിയെത്താം. അതായത് പൊതുമേഖലാ സ്ഥാപനമാണ് എഫിഷ്യൻ്റ് എന്നുള്ളത് അത് വിദ്യാഭ്യാസമായാലും സാങ്കേതികതയായാലും ഹെൽത്തിലായാലും എല്ലാ മേഖലയിലും നമ്മൾ കണ്ടതാണ്. മുംബൈയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അത് അവിടുത്തെ വൈദ്യുതി സ്വകാര്യവൽക്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് നടത്തിയ എഫിഷ്യൻസി ഒക്കെ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക്, പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ ഉണ്ട്. നമുക്കതറിയാം. അങ്ങനെയെങ്കിൽ ഈ ജീവനക്കാർ മുമ്പോട്ട് വെക്കുന്ന ആ ഒരു ആവശ്യം, ഇങ്ങനെ അനാവശ്യമായ തൊഴിലാളികളെയും ജീവനക്കാരെയും ഒഴിവാക്കി ഔട്ട്സോഴ്സിംഗ് നടത്തുക. ഈ ഔട്ട്സോഴ്സിങ്ങിൽ എത്തുന്നത് പ്രൈവറ്റ് ഏജൻസികളാണ്. അവരാണ് നമ്മുടെ ഡാറ്റാബേസ് മുഴുവൻ കാര്യങ്ങളും പിന്നും കോഡും അടക്കം ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ സംവിധാനമാകട്ടെ, പൊതുമേഖലയിലെ സംവിധാനമാകട്ടെ തീർത്തും അപര്യാപ്തമാവുകയും ചെയ്യുന്നു. അത് ആളെ കുറവുള്ളത് കൊണ്ട് കൂടിയാണ്. ഔട്ട്സോഴ്സിങ് ഒരു പ്രധാന വില്ലനായി ഇവിടെ എത്തുന്നില്ലേ അബ്ദുൽ സലാം? ഔട്ട്സോഴ്സിംഗ് പ്രധാന വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച്, ഞാൻ ഒരു ടെക്നോളജി പേഴ്സൺ എന്നുള്ള രീതി എനിക്കതിനെക്കുറിച്ച് ശക്തവും ആധികാരികമായ രീതിയിൽ അഭിപ്രായം പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ഔട്ട്സോഴ്സിംഗ് വഴി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതിനേക്കാളും എത്രയോ വളരെ കൂടുതലാണ് ടെക്നോളജി ബ്രീച്ച് വഴി നടക്കുന്ന തട്ടിപ്പുകൾ. ഇപ്പോൾ ഈ ബാങ്കുകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് ബാങ്കുകൾ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു അപര്യാപ്തമാണ്. കൂടുതൽ കാര്യക്ഷമമായി നടത്തണം. പക്ഷേ കഴിഞ്ഞ ഏകദേശം 6 മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ബാങ്കുകളൊക്കെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളിപ്പം എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ പറയുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല പുതിയ രീതിയിലുള്ള ഇതിനുള്ള പ്രതിവിധികളും വരുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന ബാങ്കിനകത്ത് ഞങ്ങളൊരു പുതിയ മൊബൈൽ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് ആ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമേഴ്സിന് വേണ്ടി ഈ മൊബൈൽ ആപ്പ് വഴി ഫിസിക്കലായിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളെ കസ്റ്റമേഴ്സിന് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ അറിവനുസരിച്ച് പല ബാങ്കുകളും അവരുടെ ATM കാർഡുകൾ കൂടി ഇത്തരത്തിൽ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പുതിയ ആപ്പുകളും മറ്റ് ടെക്നോളജി സേവനങ്ങളുമായി മുന്നോട്ട് വന്നു. ശരിയാണ് അബ്ദുൽ സലാം അടക്കമുള്ള നമ്മുടെ തീർച്ചയായും നമ്മുടെ മാൻ പവറിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. പക്ഷെ മൊബൈലിൽ വരുന്ന SMS പോലും പലപ്പോഴും പലതാണ്, കൃത്യമായി എത്താറില്ല ഭൂരിപക്ഷവും. എന്നാൽ ഇതിനൊക്കെ സേവനത്തിന് പൈസയും വാങ്ങാറുണ്ട് ബാങ്കുകൾ. എവിടെയാണ് ഈ വീഴ്ച സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുത്തഴിഞ്ഞ ഈ പോക്കിന് അധിക നാൾ ഉണ്ടാകാനാകില്ല. കാരണം പണമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന വലിയ ആശങ്ക. ശ്രീ ജോസ് ടി അബ്രഹാം, ഒരു വാക്ക്, അതായത് ഇത് പരിഹരിക്കാൻ നിങ്ങൾ വെക്കുന്ന നിർദ്ദേശം വളരെ ചുരുക്കി പെട്ടെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ഫ്രോഡുകൾ ഉണ്ടാവാം, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടാവുന്നു. പക്ഷെ കരുതൽ തീർക്കണം, ഉടൻ തന്നെ പരിഹരിക്കണം. അങ്ങനെ കരുതൽ തീർക്കാൻ ജീവനക്കാരെയും അടക്കം തൊഴിലാളി സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തണം. അബ്ദുൽ സലാം അടക്കം ഇവിടെ ഇരിക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെയോ അതുമായി ബന്ധപ്പെട്ടവരെയോ ഒന്നുമല്ല. ഇതൊക്കെ രൂപീകരിക്കുന്ന നയം ആരുടെ പക്കൽ നിന്നാണ്? ആ സോഴ്സാണ്
പ്രധാന വില്ലനായി എത്തുന്നത് എന്നുകൂടി ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്നു. അതുകൊണ്ട് ആ കാതലായ പ്രശ്നം പരിഹരിക്കാൻ കൂടി അധികൃതർ ഇടപെടണം. ഞങ്ങളുടെ പണമാണ് നിങ്ങളുടെ കയ്യിൽ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.